ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ സ്ഥാപനത്തിന് നോട്ടീസ്. ബംഗളൂരു കോർപ്പറേഷനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ ഉടമസ്ഥതയിലുള്ള 18 കമ്മ്യൂൺ എന്ന സ്ഥാപനത്തിന് ഫയർഫോഴ്സിന്റെ NOC ഇല്ല എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നുള്ളത് വിവരങ്ങൾ നൽകാൻ. റഹീസ്, എന്താണ് ബംഗളൂരു കോർപ്പറേഷൻ ഈ വിരാട് കോഹ്ലിയുടെ സ്ഥാപനത്തിന് നോട്ടീസ് നൽകാൻ ഇടയായ സാഹചര്യം? ഗോപികൃഷ്ണൻ, ഈ 18 കമ്മ്യൂൺ എന്ന വിരാട് കോഹ്ലിയുടെ ഈ സ്ഥാപനം വളരെ പ്രസിദ്ധമായ ഒന്നാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് അടുത്തു തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കം പബ്ബ്, കൂടുതലും ഒരു പബ്ബ് എന്നുള്ള രീതിയിൽ വിളിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ളൊരു സ്ഥാപനമാണ് വിരാട് കോഹ്ലിക്കുള്ളത്. ഇത് വലിയൊരു ശൃംഖലയിൽപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പലതരത്തിലുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ NOC ഈ സ്ഥാപനത്തിനില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഒരു പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ സ്ഥാപനത്തിനെതിരെ നോട്ടീസ് ഉയർന്നു വന്നത്. നേരത്തെ രണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പ്രധാനമായും ഈ പബ്ബിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിശ്ചിത സമയത്തിനേക്കാൾ കൂടുതൽ ഈ പബ്ബ് പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ വിവിധ പരാതികൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ കോർപ്പറേഷൻ്റേതടക്കമുള്ള വിവിധ രേഖകൾ ഇല്ലാതെയാണ്, ഉത്തരവുകൾ ഇല്ലാതെയാണ് ഈ പബ്ബ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നേരത്തെ ഉയർന്നു വന്ന ആരോപണമാണ്. ഇതിൻ്റെ ചുവട് പറ്റിയിട്ട് ഉള്ള ഒരു പരാതി കൂടിയായിരുന്നു ഇത്തരത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ NOC ഈ സ്ഥാപനത്തിന് ഇല്ല എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിനെതിരെ കേസെടുക്കാൻ മടിച്ചിരുന്നു. കോർപ്പറേഷൻ അധികൃതർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ഇപ്പോൾ എന്തായാലും സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം കൃത്യമായ മറുപടി നൽകണമെന്നാണ് നോട്ടീസിലുള്ളത്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉണ്ടാക്കാൻ ഈ സ്ഥാപനം ശ്രമിക്കുന്നു എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.